ഞാൻ ട്രെനി. ഞാൻ ഷംസിയ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് KSWC ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഇന്റർവ്യൂ സെഷനിലോട്ടാണ്. സോ ഇന്ന് നമ്മൾ ആരുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഷംസി? പി ഭുവനേശ്വരി എന്ന അമ്മച്ചി എന്ന് പറയുന്ന അമ്മച്ചീസ് ഓർഗാനിക് ഫാം ഹൗസിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മള് തുടങ്ങണ തന്നെ ഈ ഓർഗാനിക് ഫാമിനെ പറ്റി ചോദിച്ചിട്ട് തന്നെയാണ്. അതായത് ഇതിലേക്ക് വരാനൊരു ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇത് തുടങ്ങാനുള്ള ഒരു ഇത് മാമിന് എവിടെ നിന്നാണ് കിട്ടിയത്? അതെന്താ മോളെന്ന് പറഞ്ഞാല് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേറെ വിദ്യയായിട്ട് വേറെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് അറിയുന്നത് കൃഷിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു വലിയ കൃഷിക്കാരനായിരുന്നു. നാട്ടില് 10ാം ക്ലാസ് വരെ അതുവരെ കൃഷി കണ്ട് വളർന്നതല്ലേ. അപ്പൊ അതെന്തായാലും ഒന്നാമത്തെ കാര്യം നമ്മളെ ബ്ലഡിൽ തന്നെ കൃഷി ഉണ്ടാവും, ചെറിയ കുട്ടി മുതൽ കണ്ടത്. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ നമ്മള് അത് ചെയ്യാൻ താല്പര്യം തോന്നി, അതിലേക്ക് വന്നു, അത് ചെയ്തു, അതിലൂടെ ഈ നിലയിലെത്തിപ്പോ. ഇപ്പോ നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ പി ഭുവനേശ്വരി എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഈ അമ്മച്ചീസ് ഓർഗാനിക് ഫാമിംഗ് എന്നല്ല, അപ്പൊ അമ്മച്ചി എന്നുള്ള പേര് എങ്ങനെയാ വന്നത്? അമ്മച്ചി എന്നുള്ള പേര് എങ്ങനെയാ വന്നത് ഞാനിപ്പോഴാണ് അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. മൂത്ത മോന്റെ മാതിരി അമ്മാമ്മ എന്നല്ലേ നമ്മൾ വിളിക്കുക. പക്ഷെ മൂത്ത മോനെ എവിടുന്നാന്ന് എനിക്കറിയില്ല അമ്മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. ആ പേര് പിന്നെ എല്ലാവരും അമ്മച്ചി അമ്മച്ചി. രണ്ടാമത്തെ ആള് മാത്രമേ അമ്മയെന്ന് വിളിക്കുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവൻ അമ്മച്ചി അമ്മച്ചി എന്നാ വിളിക്കുക. അതുകൊണ്ട് പിന്നെ ഞാനൊരു ഹനുമാന്റെ ഭക്തയാണ്. അപ്പോൾ ഹനുമാൻ മാരുതി ഗാർഡൻസ്, അതാണ് മാരുതി ഗാർഡൻസിന്റെ പേര്. അപ്പൊ നമ്മൾ വിചാരിച്ചു മാരുതി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ ഫാമിന് അല്ല ഈ വെബ്സൈറ്റിന് അങ്ങനെ ഇടാന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് മാരുതി മറ്റേ കാറിന്റെ ഇതൊക്കെ ഇല്ലേ, അത് വേണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ നോക്കുമ്പോ ഇപ്പൊ ഇവര് വിളിക്കുന്ന പേര് തന്നെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. കുട്ടികളുടെ പണിയാണത്. എല്ലാരും കൃഷി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരതിൽ ലൈക്ക് അങ്ങനെ ചെയ്തിട്ടല്ലേ തുടങ്ങല്. അപ്പൊ നിങ്ങളതൊരു ലാർജ് എക്സ്പോഷർ അതിന് ക്രിയേറ്റ് ചെയ്തില്ല, ഇപ്പൊ ഒരു ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം? അതെന്താന്ന് വെച്ചാൽ നമ്മള് കുറച്ച് കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ആർക്കും വിജയത്തിലെത്താൻ പറ്റും. കുറച്ച് കൃഷിയാകുമ്പോ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ഇത് അതല്ലല്ലോ. നമ്മൾ ആദ്യം 4 ഏക്കറിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ അത് 24 ഏക്കറിൽ എത്തി നിൽക്കുകയാണ്. കുറച്ചായിട്ട് ഇങ്ങനെ തുടങ്ങി കൂടുതലാക്കി അങ്ങനെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും പഴയ നിലയിലേക്കാണ് വരുന്നത്. ഇപ്പൊ എല്ലാവരും പുരോഗതിയാണ്, എല്ലാവരും പുതിയ ഇതാണെന്ന് പറഞ്ഞാലും ഈ അസുഖം വന്ന് ജീവിതശൈലി രോഗങ്ങൾ കൂടിയപ്പോ എന്തായി, നമ്മൾ ആ പഴയ ഭക്ഷണവും പഴയ പണ്ടത്തെ കാര്യങ്ങളില്ലേ അതെന്നെ ചെയ്യാനുള്ള ചെറുപ്പക്കാരടക്കം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊക്കെ ഈ സെർച്ച് ചെയ്താൽ അറിയും. ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഓർഗാനിക് കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടാവുന്ന കൃഷി വിഭവങ്ങൾ അങ്ങനെ ഏതൊക്കെയാണ്? മാവ്, പ്ലാവ്, കവുങ്ങ്. ഈ തുടക്കം ഏതിൽ നിന്നായിരുന്നു? തുടക്കം മാവാണ് ചെയ്തത്. ആദ്യം മാവാ ചെയ്തത്. കാരണം ഇവിടെ വെള്ളം ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒന്നാമത്തെ കാര്യം ഒരു മഴനിഴൽ പ്രദേശം തന്നെ പറയാം. ഒട്ടും വെള്ളമില്ല. പിന്നെ ഈ കണ്ടില്ലേ പാറമാരിയുടെ, നിങ്ങളിപ്പോ കാണുമ്പോഴേ അറിയുള്ളൂ, പാറമാരിയ സ്ഥലമാണ്. അവിടെ വേറെ എന്തുണ്ടാക്കാൻ പറ്റും? നെല്ലി. ഇവിടെ പിടിക്കുന്ന സാധനം നെല്ലിയും ഈ മാവും ആണ്. പ്ലാവൊക്കെ ഇപ്പൊ അത്യാവശ്യം പിടിക്കുള്ളൂ. അപ്പൊ പിന്നെ ആദ്യം മാവിന്ന് തുടങ്ങി, പിന്നെ ആദ്യം കുറ്റിമുല്ല, അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂടെ ഇങ്ങനെ ഓരോന്നായി അങ്ങനെ ചെയ്യും. പക്ഷെ വേറെ നമ്മളൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ 30 വർഷമായി, ഇപ്പൊ 27 വർഷം കഴിഞ്ഞു, ഇത്ര കാലമായിട്ട് നമ്മളൊരു വേപ്പമുണ്ടാക്കുക പോലും ഇതിൽ ഉപയോഗിച്ചു. കംപ്ലീറ്റ് സുഭാഷ് പാലേക്കർജിയുടെ ആ ഒരു കൃഷി രീതി ഉപയോഗിച്ചിട്ടാണ് പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം, അങ്ങനെ അത് മാത്രമേ ചെയ്യുള്ളൂ. എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒരു ഒന്നും കടത്തിയിട്ടില്ല. വേപ്പം ഉണ്ടാക്കലും കൂടി ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്കൊരു പേടിയാണ്. അതുകൊണ്ട് പുറത്തുനിന്നൊരു സാധനം ഇതിനുള്ളിൽ ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ കൃഷി ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു, അപ്പൊ വേറെ എന്തൊക്കെയാണ് ഇവിടെ കൃഷി അല്ലാതെ? ലൈക്ക് നമുക്ക് കൃഷിക്ക് ആവശ്യം പഞ്ചഗവ്യം കലക്കണമെങ്കിൽ പശുക്കൾ വേണം, നാടൻ പശുക്കൾ. അത് 5 വെറൈറ്റി പശുണ്ട്. അപ്പോൾ അതിൻ്റെ ഗോമൂത്രം, ചാണകം, പിന്നെ നെയ്യ്, പാല്, തൈര്, അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എന്താ ഉണ്ടാക്കാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക. അവർക്ക് പുറത്തുനിന്ന് പെല്ലറ്റൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. നമ്മളുടെ തന്നെ വൈക്കോല്, നമ്മളുടെ തന്നെ ഭക്ഷിക്കും. ലാഭത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ കൃഷിയിൽ നിങ്ങൾക്ക് ഉണ്ടായൊരു നഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ലെസൺ കിട്ടിയിട്ടുള്ള ഒരു നഷ്ടം? നമുക്ക് എപ്പോഴും നഷ്ടങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കണത്. അതുപോലെ ഈ ഒരു കൃഷിയുടെ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക്? അല്ല, കൃഷി എന്ന് പറയുമ്പോൾ ലാഭവും നഷ്ടവും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്താണല്ലോ ഒരു കൃഷി.
ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എഫർട്ട് മാത്രമാണ് ശരിക്കൊരു ജൈവ കൃഷി എന്നുള്ളതിന്. കാരണം ഈ നമ്മൾ ജീവാമൃതം പഞ്ചഗവ്യമൊക്കെ ഉപയോഗിച്ചത് കൊടുക്കുമ്പോൾ ഈ സൂര്യപ്രകാശത്തിന് മുമ്പ് സൂര്യപ്രകാശം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ പുലർച്ചയ്ക്കാണ് ഞങ്ങളുടെ പണി. അപ്പോൾ ആര് പുലർച്ചയ്ക്ക് ചെയ്യും? ഞങ്ങൾ നേരത്തെ രാത്രി ആര് ചെയ്യും? നമ്മൾ തന്നെ ഓണർമാര്. അല്ല, എന്റെ കൂടെ എല്ലാവരും എല്ലാവരും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് അതിന് വേറെ പൈസ കൊടുത്ത് ഇപ്പൊ യൂറിയും ഒക്കെ ഇടണമെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ ആ പച്ച കളർ അങ്ങനെ മഞ്ഞ കളറാവും. അപ്പൊ ഉടനെ വീണ്ടും ഇടണം. അത് ഇടാൻ ഒരു 1000 രൂപ ഒരാൾക്ക് കൂലി കൊടുക്കണം കൃഷിയാവുമ്പോൾ. ഇത് ഞങ്ങൾക്ക് അതിനൊന്നും കാശില്ല. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ലാഭമാണ്. ഈ ലാഭം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 10 രൂപ ഒരു കൃഷിക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് 8 രൂപയ്ക്കേ വിൽക്കാൻ സാധിച്ചുള്ളൂ പറഞ്ഞാൽ 2 രൂപ നഷ്ടമാണ്. ആ നഷ്ടങ്ങൾ നമ്മളുടെ ഇല്ല. പിന്നെ നമ്മളുടെ മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഒരു വിഷമില്ലാത്ത. ഇപ്പൊ നിങ്ങളിപ്പോ ചിലപ്പോ നിങ്ങൾ കഴിച്ച ഭക്ഷണം അല്ല, ഇവിടുത്തെ ഭക്ഷണമല്ല, നിങ്ങൾ ഇതുവരെയും കഴിച്ച ഭക്ഷണം വിഷമാണെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി? എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നറിയാം. അവർ 6 പേര് വന്നു, നല്ല ഭക്ഷണം, നമ്മളുടെ ഒരു വിഷമില്ലാത്ത ഭക്ഷണം കൊടുത്തു, ഒരു നേരെങ്കിലും നിങ്ങൾ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു സംതൃപ്തി എനിക്ക്. നിങ്ങൾക്കതെന്തോന്ന് എനിക്കറിയില്ല, പറയാൻ ഞാൻ. മനസ്സിലായോ? അതാണ് പ്രത്യേകിച്ച് പായസം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അല്ല, അതാണ്